ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സുഭാഷ് സുധിയോട് വയ്ക്കും, എന്ത് നുണയാണ് നീ അവളോട് പറഞ്ഞത്? സുധി പറയും, സുഭാഷ് ചേട്ടനെ പറ്റി ചെറിയൊരു നുണ, അത്രേ ഉള്ളൂ. നമ്മുടെ വീടിനെയും വീട്ടുകാരെ പറ്റി പറഞ്ഞപ്പോൾ ചേട്ടൻ വലിയ ആർക്കിടെക്റ്റാണെന്ന് ഞാൻ അവളോട് പറഞ്ഞു പോയി. ഇത് കേൾക്കുമ്പോൾ സുഭാഷ് ആകെ ഒരു കൂടെ ഞെട്ടിപ്പോവും. സുഭാഷ് വയ്ക്കും, ഇന്നെന്ത് ചെയ്യണം, ഞാൻ ഈ ജോലി നിർത്തണം? സുധീഷ് ഈ പറഞ്ഞ നുണ കേൾക്കുമ്പോൾ സുഭാഷ് പറയും, ഇതൊക്കെ അപകടമാണ്, ഇതൊക്കെ ഒരിക്കലും പൊളിയും. സുധി പറയും, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം, സുഭാഷ് ചേട്ടൻ ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി. അവളെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ഏതെങ്കിലും ഒരു ആർക്കിടെക്റ്റിനോട് പറഞ്ഞിട്ട് അവിടെ ഒരു ജോലി വാങ്ങിച്ചു കൊടുത്താൽ മതി. സുഭാഷ് പറയും, ഞാൻ ആരോട് ചോദിക്കാനാടാ, ഇവിടെ വല്ല കല്ല് വെക്കാനോ സിമെൻറ്റ് കൂട്ടാനോ ഒക്കെ ആണെങ്കിൽ ഞാൻ ജോലി വാങ്ങിച്ചു കൊടുക്കാം. സുധി ഇങ്ങനെ സുഭാഷിനോട് അപേക്ഷിക്കുകയാണ്. സുഭാഷ് പറയും, ഈ കള്ളം പറഞ്ഞ് കെട്ടിപ്പോക്കുന്ന ജീവിതം കൊണ്ട് കാര്യമില്ല സുധി. നീ കള്ളം പറയുന്നതിന് പകരം നീ സത്യം പറ. ഞാൻ ആരാണ്, നീ ആരാണ്, നമ്മുടെ വീടെന്താണ്, അങ്ങനെ എല്ലാം അങ്ങ് തുറന്നു പറ. സുധി അവിടുന്ന് സുഭാഷിനോട് പിണങ്ങിയിട്ട് പോവുകയാണ്. നിധിൻ നികേഷും അടുക്കളയിൽ വരുമ്പോൾ കാണുന്നത് കഴിച്ചിട്ട് അവിടെ തന്നെ ഇട്ടുപോയ പാത്രങ്ങളൊക്കെ. ഇതൊക്കെ കണ്ടിട്ട് നികേഷ് പറയും, അച്ഛന് മാത്രമേ ഇങ്ങനെ, കഴിച്ചാൽ സ്വന്തം പാത്രം പോലും കഴുകില്ല. സുഭാഷ് ഏട്ടൻ പോകുമ്പോൾ വൃത്തിയാക്കിയിട്ട് പോയ അടുക്കളയെ. നിധി വയ്ക്കും, അച്ഛനെന്താ ഇങ്ങനെ കാണിക്കുന്നത്? നികേഷ് പറയും, ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ പ്രോബ്ലമാണ്. അതും പറഞ്ഞ് നികേഷ് ആ പ്ലേറ്റൊക്കെ കഴുകി വെക്കുകയാണ്. നിധിയുടെ സിം ആക്റ്റീവ് ആകുമ്പോൾ നിധി പറയും, ഞാനൊരു കോൾ ചെയ്തിട്ട് വരാമെന്ന് പറയും. നിധി അച്ഛനെ ഫോൺ വിളിക്കുകയാണ്. കോളെടുത്ത് നിധിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ അച്ഛന് സന്തോഷമാവും. പക്ഷേ നിധി സംസാരിച്ച് തുടങ്ങുമ്പോൾ അച്ഛന് ദേഷ്യം വരും. നിധി അച്ഛനോട് സുഖമല്ലേ, ആരോഗ്യം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻ പറയും, എനിക്കിങ്ങനെ ഒരു മോളില്ല, ഇങ്ങോട്ട് വിളിക്കൊന്നും ചെയ്യരുതെന്ന് പറയും. നിധി അവിടെ കിടന്ന് കരയുന്നത് കാണുമ്പോൾ നികേഷ് വന്ന് ചോദിക്കും, എന്താ കാര്യം, എന്താന്ന് പറ. നിധി അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയും. വീട്ടിലേക്ക് ബ്രോക്കർ വരികയാണ്. സുഭാഷ് എന്ന് വിളിക്കുമ്പോൾ പുറത്തോട്ട് വരുന്നത് നിധിയാണ്. നിധിയോട് ചോദിക്കും, ആരാ? ആ സമയത്ത് നികേഷ് കൂടെ പുറത്ത് വരും. നികേഷിനോട് ചോദിക്കും, ഇതാരാ, അടുത്ത വീട്ടിലെ കുട്ടിയാണോ? നികേഷ് ചോദിക്കും, അപ്പം അറിഞ്ഞില്ലേ, ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞു, ഇത് ഏട്ടൻ്റെ ഭാര്യയാണെന്ന് പറയും. ആ സമയത്ത് സുഭാഷ് അങ്ങോട്ട് വരികയാണ്. ബ്രോക്കർ പറയും, ഇത് മോശമായി പോയി സുഭാഷേ, നിന്നെ എത്ര സ്ഥലത്ത് ഞാൻ പെണ്ണ് കാണാൻ കൊണ്ടുപോയതാ, എന്നിട്ട് കല്യാണം കഴിക്കുമ്പോൾ എന്നോടൊരു വാക്ക് പറഞ്ഞോ? നികേഷ് പറയും, ഇത് സുഭാഷ് ഏട്ടൻ്റെ ഭാര്യയല്ല, സുധീഷ് ഏട്ടൻ്റെ ഭാര്യ. ബ്രോക്കർ ഏട്ടൻ നിൽക്കുമ്പോൾ അനിയൻ കല്യാണം കഴിക്കേ, ഏത് ബ്രോക്കറാണ് ഈ കല്യാണം നടത്തിയത്? നികേഷ് പറയും, ബ്രോക്കറല്ല, അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ. ബ്രോക്കർ പുതിയൊരു പെൺകുട്ടിയുടെ കാര്യം പറയുമ്പോൾ സുഭാഷ് പറയും, വേണ്ട, വെറുതെ എന്തിനാ നടക്കാത്ത കാര്യത്തിന് പോയിട്ട് ടൈം വേസ്റ്റ് ആക്കുന്നത്? എടാ, ഇത് അങ്ങനെയല്ല, ഇത് നടക്കും, ഞാൻ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. സുഭാഷ് പറയും, അത് ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം. ബ്രോക്കർ, ഞാൻ ഇവിടെ മുന്നിൽ നിൽക്കല്ലേ, ഒരു ഡേറ്റ് ആലോചിച്ച് പറയാൻ ഇത്രയും പാടുണ്ടോ? ആ സമയത്ത് സുധീഷും അങ്ങോട്ട് വരികയാണ്. സുധീഷ് വന്നിട്ട് ബ്രോക്കറെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് കളിയാക്കും. ബ്രോക്കർ സുഭാഷിനോട് പിന്നെയും ചോദിക്കുമ്പോൾ സുഭാഷ് പറയും, ഞാൻ ഫോൺ ചെയ്ത് പറയാമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയും. നിധി സുഭാഷിനോട് ഒന്ന് പോയി നോക്കിക്കൂടെ എന്ന് ചോദിക്കും. നികേഷ് പറയും, സുഭാഷ് ഏട്ടൻ ഇപ്പോൾ എത്ര പെണ്ണ് കണ്ടെന്നാ വിചാരം? 13 പെണ്ണ്. നിധി വയ്ക്കും, എന്നിട്ട് ഒന്നും ഇഷ്ടമായില്ലേ? സുഭാഷ് ഏട്ടന് ഇഷ്ടമായി, പിന്നെ ആയിരിക്കും പെണ്ണിനാണോ ഇഷ്ടാവാത്തത്? സുഭാഷ് ഏട്ടൻ കാണാൻ നല്ലതുമാണ്, പിന്നെ കുറേ പ്രോജക്റ്റുകളും ഉണ്ടല്ലോ. ഇത് കേട്ടിട്ട് നികേഷ് വയ്ക്കും, പ്രോജക്റ്റോ? അപ്പോഴേക്കും സുധി അതിൽ കയറി ഇടപെടും. നികേഷ് പറയും, അവസാനം പോയ പെൺകുട്ടിയെ വട ഉണ്ടാക്കാൻ വരെ പഠിപ്പിച്ചതാ. ഇതൊക്കെ കേൾക്കുമ്പോൾ സുഭാഷ് ഒന്നും പറയാൻ പറ്റാതെ തല താത്തി നിൽക്കുകയാണ്. സുധി വേഗം അതിൽ കയറി പിടിച്ചിട്ട് പറയും, അത് പറ നീ, ചിരിച്ച് മണ്ണ് തപ്പും നമ്മൾ. നികേഷ് കഥ പറയും. ഇതൊക്കെ കേട്ടിട്ട് നിധി സുഭാഷിനോട് വയ്ക്കും, ആണോ സുഭാഷ് ഏട്ടാ, എന്നിട്ടെന്താ ഈ കല്യാണം നടക്കാതെ പോയത്? നികേഷ് പറയും, അവരന്വേഷിക്കാൻ വരുമ്പോൾ ഇവിടുത്തെ ഒരു ചായക്കട ഉണ്ട്, അവിടെ എപ്പോഴും വല്യച്ഛനുണ്ടാവും, വല്യച്ഛനെ അറിയില്ലേ, അയാൾ ഈ വീട്ടുകാരെ പറ്റി ഓരോ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കും. നികേഷ് ഓരോ കാര്യം പറയുമ്പോൾ സുധി അതിനെയൊക്കെ തടയും. സുധി എന്നിട്ട് നികേഷിനെ വിളിച്ച് ഉള്ളിൽ കൊണ്ടുപോകും. എന്നിട്ട് പറയും, നീ എന്തിനാ എല്ലാം കൂടി വിളിച്ചു പറയുന്നത്? നികേഷ് പറയും, സത്യം പറയണ്ടേന്ന് ചോദിക്കും. സുധി പറയും, നീ എല്ലാ സത്യങ്ങളൊന്നും അങ്ങനെ പറയണ്ട, ഇനി എന്തെങ്കിലും പറഞ്ഞാലേ നിന്റെ പല്ലടിച്ച് ഞാൻ താഴെ ഇടും. നികേഷ് പറയും, അത് ശരി, അപ്പോൾ കള്ളത്തരം പറഞ്ഞ് കൊണ്ടുവന്നതല്ലേ ഏട്ടത്തിയമ്മേ? നിധി സുഭാഷിനോട് ചോദിക്കും, സുധി പറഞ്ഞാണോ സത്യം? അനിയന്മാരെ വിട്ടു പോകാൻ പറ്റാത്തതുകൊണ്ടാണോ കല്യാണം നടക്കാഞ്ഞത്? സുഭാഷ് പറയും, അതും ഒരു കാരണമാണ്. അരുൺ വന്നിട്ട് അച്ഛനോട് പറയും, കമ്പനി മീറ്റിങ്ങിൽ എല്ലാവരും അച്ഛനെ പറ്റിയാണ് ചോദിക്കുന്നത്, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ഇനി മുതലേ അച്ഛൻ വന്നേ പറ്റൂ. അമ്മ വന്ന് ചോദിക്കും, അച്ഛനെന്തെങ്കിലും പറഞ്ഞു അരുൺ, ഇന്ന് നിധി വിളിച്ചിരുന്നു എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അരുണിന് ദേഷ്യം വരും. അരുൺ പറയും, ഓ, അവിടുന്ന് കൂട്ടിക്കൊണ്ടു വരാനായിരിക്കുമല്ലേ, ആ ജീവിതം വേണ്ടാന്ന് എത്ര തവണ പറഞ്ഞതാ, അവൾ കേട്ടോ? അമ്മ പറയും, അവൾ ചെയ്തത് തെറ്റ് തന്നെ, പക്ഷേ മനസ്സുകൊണ്ട് അവളെ വെറുക്കാൻ എനിക്ക് കഴിയണ്ടേ? കൊള്ളാവുന്നൊരു വീട്ടിലേക്ക് അവൾ പോയതെങ്കിൽ പോയി തൊലയട്ടെ എന്നെങ്കിലും വിചാരിക്കാമായിരുന്നു. അരുൺ പറയും, അവളെപ്പറ്റി അന്വേഷിക്കാൻ പോയപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം തോന്നിയതാ, പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല അമ്മേ. അവളെ തിരിച്ചു വിളിച്ചാൽ അവൾ ആദ്യം വയ്ക്കാൻ പോകുന്ന നിലപാട് എന്താണെന്ന് അറിയോ? കൂടെ അവനും വേണമെന്ന്. അമ്മ എന്തു ചെയ്യും? അവനെ വിളിച്ച് അകത്ത് കയറ്റുമോ? അമ്മ പറയും, അവനെയൊന്നും എനിക്ക് വീട്ടിൽ കയറ്റണമെന്നില്ല, എനിക്ക് അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ. അവളെ കാര്യം പറയുന്നതിന് മുമ്പേ നിങ്ങൾ ഫോൺ കട്ട് ചെയ്തില്ലേ? അവൾക്ക് അവിടെ എന്തോ അപകടം വരുന്നുണ്ടെന്ന് എനിക്കൊരു തോന്നൽ. ആദ്യം അവളൊന്ന് വരട്ടെ, അവൾക്ക് വേണ്ടി നല്ലൊരു ബന്ധം നമുക്ക് കണ്ടെത്താം. അവൾ കുറച്ചു കാലം അവിടെ നിന്ന് ഒരു കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മോളല്ലേ, നമുക്ക് അതൊന്ന് ശ്രമിച്ചു നോക്കുന്നില്ല, എന്താടാ തെറ്റ്? ആരും പറയും, അമ്മേ
ഞാൻ ഇന്ന് സൂര്യയെ കണ്ടിരുന്നു, കുറേ സംസാരിക്കുകയും ചെയ്തു. നിധി ഇപ്പം തിരിച്ചു വന്നാലും അവളെ കല്യാണം കഴിക്കാൻ സൂര്യ തയ്യാറാ. അമ്മ പറയും അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം, ആദ്യം അവളെ എങ്ങനെ ഇവിടെ തിരിച്ചെത്തിക്കാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അച്ഛനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് എണീറ്റ് പോകും. അമ്മ പറയും അരുണെ നീ അച്ഛനോടൊന്ന് സംസാരിക്കുക, എന്നിട്ടൊന്ന് സമ്മതിപ്പിക്കുക. അരുണും അതിന് മറുപടി പറയാൻ നിൽക്കാതെ അവിടെ നിന്ന് പോവാണ്. നിധി സാന്ദ്രയെ വിളിക്കാണ്. സാന്ദ്രയ്ക്കും ഇതാരുടെ നമ്പറാ? നിധി പറയും ഞാനൊരു പുതിയ സിം എടുത്തു. ഇടത്തേക്ക് സുഖമല്ലേ? സാന്ദ്ര പറയും അതെ. നിനക്കെങ്ങനെയുണ്ട്?